എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ആതിരാദീപ്. ഇന്നത്തെ വീഡിയോ ശരീരഭാരം എങ്ങനെയാണ് നല്ല രീതിയിൽ ആരോഗ്യപ്രദമായി കുറയ്ക്കുന്നത് എന്നെ കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ശരീരഭാരം പെട്ടെന്ന് കുറയാനാണ് ആഗ്രഹം. പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുന്നത് ആരോഗ്യപ്രദമാണോ? ആയുർവേദ ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ശരീരഭാരം കുറയ്ക്കുന്നത് ഒരു ഷോർട്ട് കട്ട് മാർഗമില്ല. ചിട്ടയായ രീതികളും കറക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ്ങിലൂടെ നമുക്ക് ശരീരഭാരം വേഗത്തിൽ കുറയ്ക്കാവുന്നതാണ്. രസരക്ത മാംസ മേധാസ്ഥി മജ്ജ ശുക്ര. രസരക്തത്തെ രക്തം മേധസ്സിന്, മേധം അസ്ഥി, അങ്ങനെ ഒന്നൊന്നിനെയാണ് പോഷിപ്പിക്കുന്നത്. രസോ നൈവേഹി ജീവന്തി സർവരസവഹ ധാതവഹ. ദഹന പ്രക്രിയയിൽ ആഹാരത്തിൽ നിന്ന് ആദ്യം രൂപപ്പെടുന്നത് രസധാതുവാണ്. രസധാതുവിൽ നിന്നാണ് എല്ലാ ധാതുവിനും പോഷണം നൽകുന്നത്. രസധാതു നല്ല രീതിയിലല്ല രൂപപ്പെടുന്നതെങ്കിൽ അത് എല്ലാ ധാതുക്കളെയും ബാധിക്കുന്നു. ആയുർവേദത്തിൽ ശരീരഭാരം കൂടാനുള്ള പ്രധാന കാരണം അഗ്നിമാന്ദ്യ അല്ലെങ്കിൽ സ്ലോ മെറ്റബോളിസം. ശരിയായ രീതിയിൽ ഡൈജഷൻ നടന്നില്ലെങ്കിൽ, ഭക്ഷണം ജീർണിച്ചിട്ടില്ലെങ്കിൽ അത് ഓരോ രസധാതു അല്ലെങ്കിൽ ഓരോ ധാതുവിനെ ബാധിക്കുകയും മേധസ് കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്തു. അഗ്നിമാന്ദ്യാത് ആമോത്പത്തി ആമാത് മേധവൃദ്ധി. അഗ്നിമാന്ദ്യം എങ്ങനെയാണ് ശരിയാക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ ഭക്ഷണം ശരിയായ രീതിയിൽ ഡൈജഷൻ നടത്താൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? അഗ്നിമാന്ദ്യം അല്ലെങ്കിൽ നമ്മുടെ ദഹന പ്രക്രിയ ശരിയാക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് അഷ്ടാംഗഹൃദയത്തിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. ലംഘനം പരമ ഔഷധം. ഹെവി മീൽസ് ഒഴിവാക്കുക. നേരിയ കഞ്ഞി, മൈൽഡ് വെജിറ്റബിൾ സൂപ്പ് ഒക്കെ കഴിച്ച് ശീലമാക്കുക. ഉഷ്ണജലം കുടിക്കുക. രാവിലെ എഴുന്നേറ്റാലുടനെ തന്നെ തണുത്ത വെള്ളം കുടിക്കുന്നതിന് പകരം ചൂടുവെള്ളം കുടിക്കുക. ഇത് ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കും. ഭക്ഷണത്തിന് ശേഷവും ചൂടുവെള്ളം കുടിച്ച് ശീലമാക്കുക. വിരുദ്ധാഹാരം ഒഴിവാക്കുക. പുളിയുള്ള പഴങ്ങളും പാലിൽ മിക്സ് ചെയ്ത് കുടിക്കാതിരിക്കുക. മധുരമുള്ള പഴങ്ങൾ മാത്രമേ പാലിൽ മിക്സ് ചെയ്ത് കഴിക്കാവൂ. രാത്രി തൈര് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കയ്പുള്ള ഭക്ഷണങ്ങൾ, ഇലക്കറികൾ, ഇലഭക്ഷണങ്ങളൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ദീപന പാചന ഹെർബ്സ് ഉൾപ്പെടുത്തുക. ശുണ്ഠി, മരീച, പിപ്പലി, ത്രിഫല, ചിത്രക, അഗ്നിദീപനം. ഇത് ഏതൊക്കെ മരുന്നുകളാണെന്ന് നോക്കാം. ഡ്രൈ ജിഞ്ചർ ഇഞ്ചി, ബ്ലാക്ക് പെപ്പർ കുരുമുളക്, ലോങ് പെപ്പർ തിപ്പലി, കുമിൻ സീഡ് ജീരകം, ത്രിഫല കടുക്ക, താനിക്ക, നെല്ലിക്ക. ഇവയൊക്കെ ഭക്ഷണത്തിൽ ഡെയിലി ഭക്ഷണത്തിൽ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മുടെ ഈ സ്ലോ മെറ്റാബോളിസം ശരിയാക്കി കഴിഞ്ഞാൽ നല്ലപോലെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തടി കുറയില്ല. ഇതിനനുസരിച്ച് ഭക്ഷണം ലഘൂകരിക്കണം. ലഘുവായിട്ടുള്ള ഭക്ഷണം, ലൈറ്റ് ഫുഡ് കൂടെ കഴിച്ച് ഡയറ്റ് പ്ലാൻസും എക്സസൈസും കൂടെ പ്ലാൻ ആയിട്ട് ശരിയായ രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ആരോഗ്യകരമായി വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ദിവാസ്വപ്ന സമുത്ഥാനി രോഗ ബഹുവിധ സ്മൃത. ദിവാസ്വപ്നം ഒഴിവാക്കുക. ദിവാസ്വപ്നം എന്ന് പറയുന്നത് ഡേ ടൈം സ്ലീപ്പിംഗ്. രാവിലെ ഉറങ്ങുന്നത് ശരീരഭാരം കൂട്ടുവാനും ഡൈജഷൻ വീക്ക് ആവുന്നതും ദുർബലമാകാനൊക്കെ കാരണമാകുന്നു. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നെയ്യ്, മധുരമുള്ള സ്വീറ്റ്സ്, ഫ്രൈഡ് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കുക. രാവിലെ എഴുന്നേൽക്കേണ്ടത് ബ്രാഹ്മമുഹൂർത്തത്തിലാണ്. ബ്രാഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ രാവിലെ 4:30 5:30 എണീക്കുക. രാവിലെ നേരത്തെ എണീക്കേണ്ടത് അത്യാവശ്യമാണ്. തടി കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർ ഈ വീഡിയോ ഫലപ്രദമായെന്ന് കരുതുന്നു. എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ അടുത്തൊരു വീഡിയോയിൽ തടി കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ പറയാം. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.